ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഖത്തറിലുള്ള ആൾക്കാർക്കല്ല കേട്ടോ. അല്ല ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏടല്ല, അപ്പോൾ സിദ്ര മാളിലാണ്. സിദ്ര മാളിൽ നേരെ നമ്മൾ സൂക്കിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അതുപോലെ നമ്മളെ സുഹൃത്തുണ്ട് മിസ്റ്റർ ഹരികുമാർ. നമ്മൾ ഖത്തർ വന്നേരം നമ്മളെ ബാച്ചിലുണ്ടായിരുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ നീണ്ട 6 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് പിന്നെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് മക്കളെ അബു സിദ്ര മാള്. സിദ്ര മാളിൽ നിന്ന് നമ്മൾ മെട്രോ ബസ് വന്ന് ആ മെട്രോ ബസ് കയറിയിട്ട് വേണം ദോഹയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ബസ് വരുന്നുണ്ട്. എന്താ ടാപ്പ് ചെയ്യടാ. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ പച്ചയായ വീഡിയോ. പച്ചയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അബുസിദ്ര മാളിൽ നിന്ന് വണ്ടി ബസ് കയറിയിട്ട് ഇങ്ങനെ മെട്രോ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഈ വീഡിയോ ആദ്യമായിട്ടുമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. മെട്രോ ബസ് കയറി. ഇവിടെ ഈ മെട്രോ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പൈസ ഒന്നും കൊടുക്കണം കേട്ടോ. ജസ്റ്റ് മെട്രോ കാർഡ് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ആണ്. ഈ കാണുന്നത് കണ്ടില്ല, ഇതാണ് കേട്ടോ ഇവിടുത്തെ ടോർച്ച് ടവർ എന്ന് പറയുന്നത്. വില്ലാജിയ മാളിനോടടുത്ത് നിൽക്കുന്ന ടോർച്ച് ടവർ കേട്ടോ. അങ്ങനെ നീണ്ടൊരു 15 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ മെട്രോ സ്റ്റേഷൻ എത്താനായിട്ടോ. അൽ മെട്രോ സ്റ്റേഷൻ. AC-ന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടില്ലേ, ഗ്ലാസ് മേൽ നോക്കിയേ, അമ്മാതിരി ഹ്യൂമിഡിറ്റി ആണ് കേട്ടോ ഈ സമയത്ത്. ഭയങ്കര ഹ്യൂമിഡിറ്റി, ഒരു രക്ഷയില്ല. എന്താ ആയിക്കോട്ടെ, അങ്ങനെയുണ്ട്. ഭയങ്കര ഹ്യൂമിഡിറ്റി കണ്ടില്ലേ ഗ്ലാസ്. നല്ല ചൂടാണ് മക്കളെ, നല്ല ചൂടാണ്. വൈകുന്നേരം ഈ ഹ്യൂമിഡിറ്റി. അപ്പോൾ ഉച്ചക്കത്തെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനത്തെ മക്കളെ അൽ അസീസിയ മെട്രോ സ്റ്റേഷനിലെത്തി. അണ്ടർഗ്രൗണ്ട് കൂടി കേട്ടോ പോകുന്നത്. അണ്ടർഗ്രൗണ്ട് മെട്രോ അണ്ടർഗ്രൗണ്ട് വരുന്നത്. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഖത്തറിലുള്ള ആൾക്കാർക്കല്ല കേട്ടോ. ഖത്തറിൻ്റെ പുറത്ത് ഖത്തർ വരാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചിരുന്നത്. എന്താ ചൂട് മക്കളെ, എന്താ ചൂട്. ജസ്റ്റ് മെട്രോന്ന് ഇങ്ങനെ പുറത്തിറങ്ങി കേട്ടോ, അമ്മാതിരി ചൂടാണ്. നേരത്തെ ഇതേ അവസ്ഥ. ബസ്സിൽ നിന്ന് ഇറങ്ങിയാലോ ഇതേ അവസ്ഥ. മെട്രോന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതേ അവസ്ഥ കേട്ടോ. നല്ല ചൂടാണ് മക്കളെ, ഹ്യൂമിഡിറ്റി ഭയങ്കരം. ഇപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് എവിടെ വെച്ചാൽ സൂക്ക് വക്കിഫിൽ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ പുറത്തു കൂടി നടക്കുക കേട്ടോ. കാണാം, ഇതാണ് സൂക്ക് വക്കിഫിൻ്റെ ഒരു ഭാഗം. സൂക്ക് വക്കിഫിൻ്റെ ഒരു പള്ളിയാണ്, ഇതൊരു പള്ളിയാണ് കേട്ടോ. ദോഹയുടെ മറ്റൊരു ഭാഗമാണ് കേട്ടോ ഇത്. അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ സൂക്ക്, അതേപോലെ ഇങ്ങോട്ട് വേറെ ഏതോ ഒരു സ്ഥലമുണ്ട്, സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയാം. ഇത് ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാലും ഇങ്ങനെ അറിയിക്കുക. ചെറിയൊരു പാർക്ക് പോലെ. അല്ല ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് എന്താ പറയുക, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ പാർക്കിലൊക്കെ വന്ന് ഇരുന്ന് ഒന്ന് റിലാക്സ് ആണോ കേട്ടോ. ഓഫ് കിട്ടുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ പോകണം കേട്ടോ. അല്ലേ ആരിക്കൂട്ടാ? നല്ല ലേക്ക് പോലത്തെ ഒരു സെറ്റപ്പ് അല്ലേ, അടിപൊളി. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഫുഡ് പാർസലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വാങ്ങാൻ വേണ്ടി വന്നതാണ്. വെള്ളം വാങ്ങിയിട്ട് നേരെ പാർക്കിലേക്ക് പോവാണ്. അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. എവിടെ യെസ് അവിടെ.
എന്താ ചൂട്, പക്ഷെ ചൂട് ആയാലെന്താ, ഇങ്ങനെ വെറുതെ റൂമിൽ ഇരിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ചൂടായാലും പുറത്തിറങ്ങുക, ഒന്ന് കറങ്ങുക, അതൊക്കെ തന്നെ. ഇതാണ് കേട്ടോ ചെറിയ പാർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നു. കണ്ണ മക്കളെ, ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഏതാ വലിപ്പം എന്ന് വിചാരിച്ച്. ഓ, നല്ല ബേലി റൊട്ടി. പിന്നെ ഇതെന്താണ് ഇതിൻ്റെ പേര് എന്നോട് പറഞ്ഞത്? തുറന്നേ അത് തുറന്നു. അൺബോക്സിങ് വീഡിയോ. എന്തോ ഒരു ചിക്കൻ കൊണ്ടുള്ള ചിക്കനോ എന്താണ് ചിക്കൻ കൊണ്ടുള്ള ഐറ്റാണ്. എന്തിനാലും ട്രൈ ചെയ്യാം. അല്ല, 1.5 റൊട്ടിയ മക്കളെ, 10 ആക്ക് തിന്നുണ്ട്. 10 ആക്ക്. ഏതാ വലിപ്പം. ഫുഡിന്റെ കണ്ടെയ്നർ പൊട്ടിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഒരാൾ വന്ന്. അതാ നമ്മള് തുടങ്ങല്ലേ അരിക്കൂട്ടാ? അപ്പൊ ഞാള് കഴിക്കട്ടെ കേട്ടോ. നല്ല പൊളി ഫുഡാണ് മക്കളെ, പൊളി ഫുഡാണ്. രസമുണ്ട്. നമ്മളെ നാടൻ ഫുഡ് നിന്ന് മാറി കഴിച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങാം കേട്ടോ. സൂക്ക് കൂടി ഇങ്ങനെ നടന്നുകൊടുക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് ആ സൈഡ് കടന്നു പോകണം, അങ്ങേപ്പുറത്തേക്ക്. റോഡ് മുറിച്ചിട്ട് അങ്ങേപ്പുറം പോകണം. കഴിക്കണം. അപ്പോൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് മെല്ലെ റൂമിലേക്ക് പോകാൻ കേട്ടോ. സൂക്ക് വക്കിഫിലൊക്കെ ഒന്ന് പോയി ഒന്ന് ചുറ്റിയടിച്ച് കറങ്ങി അടിച്ച് നേരെ റൂമിലേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.